മാഷേ, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് എബൌട്ട് ടേണുകളുടെ കാലമാണല്ലോ. പാരഡി കാര്യത്തിൽ വലിയ ഉറച്ച നിലപാടെടുത്ത പാർട്ടി ഇപ്പോൾ ആ ഫോളോ അപ്പ് ചെയ്യേണ്ട, കേസെന്നല്ലേ ഫോളോ അപ്പ് ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലെത്തി. VC-യുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ VC-യുടെ കാര്യത്തിൽ കടുംപിടുത്തം പിടിച്ചിരുന്ന ചാൻസലറാവാൻ ഗവർണർക്ക് ഒരു യോഗ്യതയില്ല, മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്, വിദ്യാഭ്യാസ വകുപ്പാണ് തീരുമാനിക്കേണ്ടത് എന്ന് ശാഠ്യം പിടിച്ച, അതുപോലെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള CPI ഗുബർണറ്റോറിയൽ പോസ്റ്റ് എന്ന് പറയുന്ന ആ പോസ്റ്റ് ഗവർണർ പദവി തന്നെ ആവശ്യമില്ലാത്തതാണെന്ന് വരെ ശാഠ്യം പിടിച്ച ആ ഒരവസ്ഥയിൽ നിന്ന് 50-50 എന്നുള്ള അവസ്ഥയിലേക്ക് ഒരു ബാർട്ടർ സിസ്റ്റത്തിലെ വെച്ചുമാറൽ സമ്പ്രദായം പോലെ ഞങ്ങളുടെ സജി ഗോപിനാഥിനെ നിങ്ങൾ പിന്നെ വൈസ് ചാൻസലറായിട്ട് വെച്ച നിങ്ങളുടെ ടിസ തോമസിനെ ഞങ്ങൾ പിന്നെ സ്വീകരിച്ചോളാം എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും 50-50 ഒരു ഒത്തുതീർപ്പിലേക്ക് അവർ എത്തിയിരിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. കഴിഞ്ഞ ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം വന്നു എന്ന് പറയുന്നു, ഇല്ലെന്നാണ് പിന്നെ അവസാനം പറയുന്നത് പാർട്ടിയുടെ പത്രക്കുറിപ്പ്. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ വെച്ച് വിശദീകരിച്ചത് ഗവർണറാണ് മുൻകൈ എടുത്തത്. ഗവർണർ മുൻകൈ എടുത്താലും മുഖ്യമന്ത്രി മുൻകൈ എടുത്താലും ഫലമൊന്നു തന്നെയല്ലേ. കാരണം ഇവർ വൈസ് ചാൻസലർ ആകണമെന്ന് തീരുമാനിച്ച ആളിനെ വെട്ടി, ഗവർണർ വെട്ടി. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. കേസിന് പോയി ആവശ്യമില്ലാത്ത വ്യവഹാരങ്ങൾ നടത്തി, വക്കീലിന് കൺസൾട്ടേഷൻ ഫീസ് കോടികൾ പോയി. അവസാനം ഇത് അങ്ങ് പോരായിരുന്നു, നേരത്തെ ഇത് പോരായിരുന്നു. കോടതിയുടെ ചീത്ത പറച്ചിലും കേട്ടു, ദുഷ്പേരും കേട്ടു, അടിയും കൊണ്ട് പുളിയും കുടിച്ചു, എന്നിട്ട് നയിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കല്ല ഇപ്പോൾ പോയിരിക്കുന്നത്. CPM-ന് തിരിച്ചടികളുടെ കാലം എന്ന് വേണമെങ്കിൽ ഒറ്റ വരിയിൽ നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വിഷയത്തിലല്ല, ഒരുപാട് വിഷയങ്ങൾ. അതുകൂടാതെ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി, അയ്യപ്പൻ്റെ അടുത്ത് തിരിച്ചടി, എല്ലായിടത്തും തിരിച്ചടി, കോടതിയിലും തിരിച്ചടി. അപ്പോൾ CPM-ന്റെ നിലപാടുകളിലുള്ള ഒരു യൂട്ടേണാണ്. എലപ്പുള്ളി ബ്രൂവറുടെ കാര്യത്തിലെ കാര്യം കൂടെ എടുത്താൽ കോടതിയിലും തിരിച്ചടി. കോടതിയിൽ നിന്ന് പല വിഷയങ്ങളിലും തിരിച്ചടിയാണ്. ബ്രൂവറിയുടെ കാര്യത്തിൽ ഏറ്റവും അവസാനം വന്നത്. ആ സമയത്തും കോടതി പറഞ്ഞൊരു കാര്യം, നിങ്ങൾ മര്യാദക്ക് പഠിച്ചിട്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ തിടുക്കം കാണിച്ച് ആളുകളുടെ നിന്ന് കാശ് മേടിച്ച് ഇത് അനുവദിക്കാൻ നടക്കുന്നതിന് പകരം നന്നായിട്ട് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അതിന് അനുമതി വാങ്ങിച്ചോളൂ, കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവുകയില്ല എന്ന് പറഞ്ഞു. അവിടുത്തെ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. ഒന്ന് വെള്ളം അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുക. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പൊല്യൂഷൻ പ്രശ്നം ഉണ്ടാക്കും. ഇത് രണ്ടും അറിയാവുന്നതാണ്. അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം നിർവഹിച്ചിട്ട് നടത്തിക്കോളാൻ പറഞ്ഞു. ബ്രൂവറി കൊടുക്കണമെന്ന് ആരും പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, CPM എന്താണ് ചെയ്യുന്നത്, CPM എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോരോ നടപടികളിലേക്ക് ഇപ്പോൾ കുറച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ടുവരാനുണ്ട്, അതും പിൻവാങ്ങി. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പിൻവാങ്ങലുകൾ മാത്രമാണുള്ളത്. എടുത്തിയാടും പിൻവാങ്ങും എന്നുവെച്ചാൽ നിലപാടില്ലാത്തൊരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ രക്തചുരുക്കം. അതാണ് ചാൻസലറെ ആര് തീരുമാനിക്കണം എന്നുള്ള കാര്യത്തിൽ, അതാണ് കോർ ഇഷ്യൂ എന്ന കാര്യത്തിലുള്ള പ്രശ്നമാണ്. അതിപ്പോൾ മാത്രമല്ല, ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് വലിയ സമരങ്ങൾ. SFIക്ക് എത്രമാത്രം സമരം നടത്തിയത് അല്ലേ? അന്ന് ഗവർണറോട് പറഞ്ഞത് ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന പരിപ്പ് ഇപ്പോൾ വെന്ത്. ഇങ്ങനെ നാണം കിടേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. സമരം ചെയ്ത് തോൽക്കാം, കുഴപ്പമില്ലാത്ത കാര്യമാണ്. മനസ്സിലായോ? SFIക്കാർ സമരം ചെയ്ത് തോൽക്കുന്നു. അതുപോലെ തന്നെ യൂണിയൻ, ഇപ്പോൾ സർവകലാശാലയിലെ തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥരുടെ യൂണിയൻ എന്ന് പറയുന്നത് നാണം കെട്ടല്ലോ രജിസ്റ്ററുടെ കാര്യത്തിൽ. എല്ലായിടത്തും ഈ CPM-ന്റെ പോഷക സംഘടനകൾ അനിൽകുമാർ ശാസ്താംകോട്ടയ്ക്ക് തിരിച്ചു പോയി. അതെ, അതായത് CPM-ന്റെ പോഷക സംഘടനകളെ മുഴുവനും ഷണ്ഡീകരിക്കുന്ന ജോലിയാണ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. SFI ഷണ്ടന്മാരാക്കി. അതുപോലെ തന്നെ യൂണിയൻ നേതാക്കന്മാരെ ഷണ്ടന്മാരാക്കി. പിന്നെ ഇനിയിപ്പോൾ ആരുടെ കൂടെ ഉള്ളത്, എന്താണ് ഒരു സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവകലാശാല എംപ്ലോയീസ് യൂണിയൻ. ഞാൻ ചോദിക്കുന്നത്, എല്ലാ സ്ഥലത്തും ഇങ്ങനെ അവരെ ദുർബലപ്പെടുത്തുകയും ഇല്ലാതാക്കുകയും ചെയ്താൽ പിന്നെ അവരൊക്കെ കൂടി കെട്ടിപ്പിണ്ട് കിടക്കുന്ന ഈ പാർട്ടി എവിടെ ഉണ്ടാവും? പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഗവർണറുമായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഒരു വിഷയമാണ്. നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഭരണഘടനാ സംവിധാനം അനുസരിച്ചിട്ട് നമ്മളുടെ
സംസ്ഥാന അവസ്ഥ എന്ന് പറയുന്നത് കോസി ഫെഡറൽ സിസ്റ്റത്തിനകത്ത് വരുന്ന കോസി ഫെഡറലാണ്, ഫെഡറലല്ല, കോസി ഫെഡറലാണ്, അർദ്ധ ഫെഡറലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തർക്കം വന്നു കഴിഞ്ഞാൽ ആത്യന്തികമായ തീരുമാനം ആരെടുക്കും? കേന്ദ്രം എടുക്കും. അത് അന്ന് ഈ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഭരണഘടന വിദഗ്ധന്മാർ അങ്ങനെ കരുതാൻ കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിൻ്റെ ഒരു മൾട്ടിപ്ലിസിറ്റി, അതിൻ്റെ വൈവിധ്യം, അതേപോലെ വ്യത്യസ്ത ഭാഷകൾ, ഇതൊക്കെ സംസാരിക്കുന്ന ആളുകൾ പരസ്പരം പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതങ്ങനെ ചെയ്തേ പറ്റൂ. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം അവരുടെ കൈപ്പിടിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് മാത്രം നടക്കാൻ പാടുള്ളൂ. അവർ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കും. UGCയും അതേപോലെ തന്നെ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള സംവിധാനം അവർ മാറ്റി സെർച്ച് കമ്മിറ്റിയോ അതേപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മിറ്റികളിലേക്ക് 3 അംഗങ്ങളുണ്ടാകും. ഒന്ന് സംസ്ഥാന ഗവൺമെൻറ് ഒരു പ്രതിനിധി, രണ്ടാമത്തെ പ്രതിനിധി UGCയുടെ പ്രതിനിധി, വിദ്യാഭ്യാസത്തിൽ സംഭവിക്കുന്ന കാര്യം. മൂന്നാമത്തെ ഗവർണറാണ്. ഇപ്പോൾ ഈ ഗവർണറും UGC പ്രതിനിധിയും ഒരേ അഭിപ്രായം പറഞ്ഞാൽ സംസ്ഥാനത്തിന് അതനുസരിച്ചേ പറ്റൂ. അങ്ങനെ കേന്ദ്രം അവരുടെ കൈകളിലേക്ക് അധികാരം കൊണ്ടുവരുന്നതിന് വേണ്ടി ഭരണഘടനാ സംവിധാനങ്ങൾ മുഴുവനും പൊളിച്ചെഴുതി അവർക്കനുസരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗവർണർ ഇങ്ങനെ ബലം പിടിക്കുന്നത്. ആ ബലം പിടുത്തം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ മുന്നിലെത്തി. അവിടെ എല്ലാവരും പറയുന്നത് എന്താണ്, കേരളം സംസ്ഥാനം ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഗവർണർ വിളിക്കുന്നു, മുഖ്യമന്ത്രി വിളിക്കുന്നു, നമുക്കൊരു കാര്യം ചെയ്യാം, സുപ്രീം കോടതിയായിട്ട് തീരുമാനം വിട്ടുകൊടുക്കണ്ട, നമുക്ക് രണ്ടും കൂടി തീരുമാനിച്ച് അവസാനിപ്പിക്കാമെന്ന്. അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ്. അത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്, കച്ചവടമാണ്, നേരത്തെ പറഞ്ഞത്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ പിന്നെ ഒരു പ്രിൻസിപ്പിൾഡ് പാർട്ടി എന്ന നിലയ്ക്ക് ഈ പാർട്ടിക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പ്രത്യേക സാഹചര്യത്തിലേ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് പ്രത്യേക സാഹചര്യം, അത് വിശദീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. പാർട്ടി വിമർശനം ഉണ്ടായും. വിമർശനം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് അകത്തിരുന്ന സഹാക്കൾ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് ശക്തമായിട്ട് അതിനെ വിമർശിക്കാനോ ഇല്ലാതാക്കാനോ ആയിട്ടുള്ള ശ്രമങ്ങളൊന്നും അതിനകത്ത് നടന്നിട്ടില്ല. അതെ. അപ്പോൾ പക്ഷെ ആ വിഷയം അവതരിപ്പിച്ചു, അത്ര നല്ലത്. വിഷയം അവതരിപ്പിച്ചല്ലോ, ഇങ്ങനെയുണ്ട്, അത് ശരിയല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം അവർ പറഞ്ഞല്ലോ, അത്ര നല്ലത്. അതൊക്കെ നേരത്തെയൊക്കെ പറഞ്ഞു പിടിങ്ങിയിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ ഇതിങ്ങനെ തുടങ്ങും. ഇപ്പോൾ അതൊക്കെ അകത്തിരുന്ന് സംസാരിച്ചു, പിന്നെ വലിയ രീതിയിൽ നീക്കം വരും. കുറേ കഴിയുമ്പോഴും സംഭവിക്കാം എല്ലാവരും കൂടി ഇങ്ങർക്കെതിരായിട്ട്, പിണറായി വിജയനെതിരായിട്ടുള്ള രീതിയായത് മാറിത്തീരും. അങ്ങനെയാണ് അതിൻ്റെ പോക്ക്. പാർട്ടിയിൽ എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരുമ്പോൾ അടിച്ചമർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ആ ശബ്ദത്തിൻ്റെ ശബ്ദം ഉയരാൻ പാടില്ല. അത് ഉയർന്നു കഴിഞ്ഞാൽ അവസാനം തങ്ങളുടെ ഈ മോശമായ രീതിയിലുള്ള പെരുമാറ്റത്തിൻ്റെ അവസ്ഥകൾ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ തന്നെ പിരിച്ചുവിടും എന്നറിയാവുന്നതിൻ്റെ പേരിലാണ് അധികാരത്തിലിരിക്കുന്നവർ ഇത് അടിച്ചമർത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം പക്ഷേ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ CPM എന്ന് പറയുന്ന പാർട്ടി തോറ്റു, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട് ഉപേക്ഷിച്ചു എന്ന് വരുന്നതാണ്. അന്തർധാരയുടെ പ്രശ്നമല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷം പറയും ഇത് BJPയും CPM തമ്മിലുള്ള അന്തർധാര. അതല്ല ഇത്. ഇതിവിടെ CPM സമ്പൂർണ്ണമായിട്ട് തോറ്റത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണത് 50-50 അല്ലെങ്കിൽ 1-1. 10 സർവകലാശാലകളുണ്ടെങ്കിൽ 5 എണ്ണം ആർക്ക് കൊടുക്കേണ്ടി വരും? ഗവർണർക്ക് കൊടുക്കേണ്ടി വരും. വീതം 5 എണ്ണം സർക്കാരിന് കൊടുക്കാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ചകളും ബഹളങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് ഈ BJP അനുകൂലിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞിരുന്നത് ഉന്നത വിദ്യാഭ്യാസം ശരിയാക്കാൻ, നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഗവർണർ വന്നിരിക്കുന്നു എന്നാണ്. ഇപ്പം നമ്മൾ കണ്ടത് ഗവർണറിനെ ഉന്നത വിദ്യാഭ്യാസം നന്നാക്കലല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ അവിടെ ആരായിട്ടിരുത്തണം, വൈസ് ചാൻസലറായിട്ടിരുത്തണം എന്ന് മാത്രമാണ്. അതെ, അത് ഈസിയായിട്ട് സാധിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിൽ കടന്നു കയറിയ ആർഷോയും കൂട്ടരുമൊക്കെ ഈ അനിൽകുമാറിനെ അവിടെ തന്നെ ഇരുത്താൻ വേണ്ടി നടത്തുന്ന കഠിന സാഹസങ്ങൾ, ഗവർണർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ഭീഷണി ഉയർത്തിക്കൊണ്ട് നടത്തിയ കൊടിയ സമരങ്ങൾ, അതെല്ലാം ഇപ്പോൾ ചമ്മിയില്ലേ? അർഷോയും കൂട്ടരും SFIയും എല്ലാം ചമ്മിയില്ലേ? അനിൽകുമാർ ശാസ്താംകോട്ടയിലെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി എന്ന് പറഞ്ഞതുപോലെ പോയിരിക്കുന്നു. നിങ്ങൾക്ക് നിലപാടുണ്ടോ? SFIയുടെ നിലപാടെന്താണിപ്പോൾ? മിണ്ടുന്നില്ലല്ലോ, ഒന്നും പുറത്തു പറയുന്നില്ലല്ലോ. ഈ ധർമ്മ സങ്കടത്തിലേക്ക് നിങ്ങൾ സ്വയം സമരം ചെയ്ത് പോകരുത്. അതിനല്ല സമരങ്ങൾ. ABCക്ക് ഒരു ദേശീയ ചാനലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല. നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനൽ
ഒരു ഹിന്ദി ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.